Hi viewers, ഞാൻ ഡോക്ടർ സ്നേഹ. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രഗ്നൻസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസാണ് ഈ ചാനലിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലുമായിട്ട് ഡൗട്ടായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമുക്ക് ഏർലി സിംറ്റംസ് ഓഫ് പ്രഗ്നൻസി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഭക്ഷണങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നതിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളുടെ അതായത് പ്രഗ്നൻസിയിൽ 40 ആഴ്ച, അതായത് 40 വീക്സ് ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യ ആഴ്ച മുതൽ 40ാമത്തെ ആഴ്ച വരെ ഗർഭകാലം ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റിയാണ് ഇനി വരുന്ന വീഡിയോസിൽ പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച, ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയിലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയും നമുക്ക് ഗർഭകാലമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം അതൊരു സാധാരണമായിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതായത് ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് ഒരു മെൻസസ് ടൈമായിരിക്കും. അതായത് ഒരു 7 days ഉള്ള മെൻസസ് സൈക്കിൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നത് രണ്ടാമത്തെ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ ഓവുലേഷൻ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഈ ടൈമിലാണ് അണ്ടം ബീജത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ടൈമാണ് ഈ 2nd വീക്ക് എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ ആഴ്ചയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളുടെ അതായത് പ്രഗ്നൻസി പ്രസവ തീയതി നമുക്ക് കണക്കാക്കുന്നതും പ്രഗ്നൻസിയുടെ ആ ടൈമും അതുപോലെ തന്നെ ഏതൊക്കെ ദിവസം എന്നൊക്കെയാണ് കണക്കാക്കേണ്ടത് നമ്മളുടെ ഫസ്റ്റ് വീക്കിലാണ്. അതായത് ലാസ്റ്റ് മെൻസസ് ആയ ദിവസത്തിൻ്റെ, അതായത് പീരീഡ്സ് ആയ ദിവസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത്. അത് തൊട്ടാണ് നമ്മളുടെ പ്രഗ്നൻസിയുടെ കണക്ക് നോക്കുന്നത്. അതായത് എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്, പ്രഗ്നൻസി ടൈം വരുന്നത് എന്നൊക്കെ കണക്കാക്കുന്നത് ആ ഫസ്റ്റ് വീക്കിലെ ആ ഡേ കണക്കാക്കിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർ ലാസ്റ്റ് എപ്പോഴാണ് മെൻസസ് ആയത്, ആ പീരീഡ്സ് ആയതിൻ്റെ ആദ്യത്തെ ദിവസം നോട്ട് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ ടൈമിൽ ആ പ്രാവശ്യം ആ മന്തിൽ തന്നെ പ്രഗ്നൻ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മെൻസസ് ആയതിൻ്റെ ആദ്യ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രസവ തീയതി, ആ പ്രഗ്നൻ്റ് ആയത് തൊട്ട് പ്രസവ തീയതി കണക്കാക്കുന്നത് ആ ഡേറ്റിന് അനുസരിച്ചാണ്. ഇനി രണ്ടാമത്തെ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലാണ് ഓവുലേഷൻ നടക്കുന്നതും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബീജത്തിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഈ സമയത്താണ് ബീജസങ്കലനവും ഗർഭധാരണവും നടക്കുന്ന വഴി പിന്നീടുള്ള ഗർഭകാലത്തിൻ്റെ പ്രോസസ്സ് നടക്കുന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, അതായത് ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് ഒരു ഗർഭകാലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയും ഉള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട്, അതായത് അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ല സന്തോഷമായിട്ടിരിക്കുക, നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല ന്യൂട്രിയൻസും വൈറ്റമിനും ആയിട്ട് അടങ്ങിയിട്ടുള്ള എല്ലാ ഫുഡും കഴിക്കുക, നല്ലതുപോലെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ടെൻഷനൊക്കെ കുറച്ചങ്ങിരിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ 3ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ വീഡിയോ പറ്റിയാണ്. അപ്പോൾ 40 ആഴ്ചകളും ഇതേപോലെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.